Hi friends, welcome to Rasfi's kitchen. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഫ്ലവർ ബോട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഇത് ഈവനിംഗ് സ്നാക്സ് ആയിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവാറായല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്നാക്സ് ആയിട്ടാണ്. എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കുന്നതിന് തൊട്ട് മുൻപായി ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലവർ പോട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി മാവിലേക്ക് നമുക്ക് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ല, ആ ഒരു രൂപത്തിൽ നന്നായിട്ടങ്ങ് കുഴച്ചെടുക്കാം. ഞാൻ മാവിലേക്ക് 2 ടീസ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടങ്ങ് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല പോലെ അങ്ങ് കുഴച്ചെടുക്കണം. ഇപ്പം നന്നായിട്ടങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതുപോലെ നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് പൊരിച്ചെടുക്കുന്ന ചിക്കൻ തന്നെയാണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, ആ ഒരു ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ബോൺലെസ് ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കതിലേക്ക് തന്നെ കുറച്ച് വിനേഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു പുളിയുടെയും ഒക്കെ ടേസ്റ്റിനനുസരിച്ച് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല, ഇതുപോലെ അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മയോണൈസാണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് വേണം, കുറച്ച് മല്ലിച്ചപ്പ് വേണം, കുറച്ച് കുക്കുംബറും വേണം. അപ്പോൾ ഞാനൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടാണ്. പിന്നെ ഒരു കുക്കുംബറിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ടങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടാണ്. പിന്നെ ഒരു മല്ലിച്ചപ്പ്, കുറച്ചൊരു 2 തണ്ട് മല്ലിച്ചപ്പാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയോ അങ്ങനെ ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചമ്മന്തിയാണ്. അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുൻപ് 2 റെസിപ്പീസിൽ കാണിച്ചിട്ടുണ്ട്. ഒരു മീൻ പൊള്ളിച്ചെടുക്കുന്ന ഒരു വീഡിയോയിലും അതുപോലെ തന്നെ ഒരു മുട്ട ചട്നിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വീഡിയോയിൽ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നോക്കിയിട്ട് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ഫില്ലിങ്സാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവിന്ന് ഇതുപോലെ അങ്ങ് എടുക്കാം. അപ്പോൾ ഞാൻ അധികം വലിപ്പമൊന്നും എടുക്കുന്നില്ല, ചെറിയൊരു ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ എത്ര വേണം നമ്മളുടെ ആ ഒരു പോട്ട് എന്നുള്ള, അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാനിങ്ങനെ റൗണ്ട് ഇട്ടതിന് ശേഷം ഒന്നങ്ങ് അമർത്തിയിട്ട് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഇതങ്ങ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ, സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ പൊട്ടുന്ന ഗ്ലാസ്സോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് മുകളിൽ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ അങ്ങ് അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളങ്ങ് പതുക്കെ അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈഡൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കത്തി യൂസ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ ആ റൗണ്ടിൽ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെയാണ് ഞാനിപ്പോൾ ആ ഒരു പോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ 3 ഗ്ലാസ് അധികം ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്നിച്ചങ്ങ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഞാൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പതുക്കെ ഒരു ഗ്ലാസ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 1, 2, 3 ഗ്ലാസ്സൊക്കെ വെക്കാൻ സ്പേസ് ഉള്ളതിനനുസരിച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ഒരു എണ്ണയിൽ. അപ്പോൾ ഞാൻ 1 വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു ഗ്ലാസ്സും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് നമുക്ക് 1, 2 ഗ്ലാസ് വെക്കുക കേട്ടോ. അപ്പോൾ 3 വെക്കാനുള്ള സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ 3 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നങ്ങ് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് അതങ്ങ് ഒരു സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് തട്ടി കൊടുത്താൽ മതി. അതൊക്കെ അങ്ങ് തട്ടി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പതുക്കെ അങ്ങ് സ്പൂൺ ഉപയോഗിച്ചിട്ട് തട്ടി കൊടുക്കുകയാണ്. അതൊന്ന് പതുക്കെ അങ്ങ് പോരും. നമ്മളധികം ചൂടാകുമ്പോഴേക്ക് തന്നെ അതങ്ങ് പോരുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് പോകുന്നത്. അതിപ്പോൾ ഏകദേശം നന്നായിട്ടൊരു പോട്ട് പോലെ തന്നെ അല്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്കൊക്കെ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ഗ്ലാസ് ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതും പതുക്കെ അങ്ങ് തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 3 അതിൽ നിന്ന് അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പതുക്കെ ഇങ്ങനെ എണ്ണ ഇതുപോലെ അങ്ങ് മുക്കി ഒഴിച്ചാൽ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് അങ്ങ് വേവായിട്ട് കിട്ടും. ഉണ്ടല്ലേ. അപ്പോൾ നല്ലതായിട്ട് എണ്ണ തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഏകദേശം നന്നായിട്ട് അങ്ങ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പതുക്കെ അങ്ങ് ഇതിന്ന് കോരിയെടുക്കുകയാണ്. ഈ ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്തെടുക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ് ആദ്യം എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് ഇത് വരിക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് ഇഷ്ടമാവും. ഇതിൻ്റെ ഒരു ഭംഗിയും ഒക്കെ കാണുമ്പോൾ എന്തായാലും അവരെടുത്ത് കഴിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചിക്കൻ്റെ ഫില്ലിങ്സ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് ചമ്മന്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടങ്ങ് ഇട്ടിട്ട് ഒന്നങ്ങ് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതൊന്നും മറന്നു പോകരുത്. ഇനി അടുത്ത ലെയർ നമ്മൾ മയോണൈസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും 1, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടെ അങ്ങ് ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ പോട്ടിന് ഉണ്ടാവുക. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്ലവർ പോട്ടിന്. ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. അതിങ്ങനെ കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പിയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസുമായി വരുന്നവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.